ഈ മരണാനന്തര സമ്മാനം അതിനേക്കാൾ തട്ടിപ്പല്ലേ? നിങ്ങൾക്ക് മരണാനന്തരം എന്ത് തരാമെന്ന് പറഞ്ഞ ഒരാൾ പറയുകയാണെങ്കിൽ സത്യത്തിൽ നിങ്ങളെ ആരാക്കുകയാണ്? ഇല്ലാത്ത നിങ്ങൾക്ക് ഉണ്ടാകുന്നത്, എന്ത് ഭീകരമായൊരു കൺസ്ട്രക്ഷനാണത്. നിങ്ങളില്ല, ആ നിങ്ങൾക്കാണ് അവിരാമമായ രതി ഓഫർ ചെയ്യുന്നത്. ഈ ദൈവം എന്ന് പറഞ്ഞാൽ ഉത്തരമില്ലായ്മയാണ്. അതിനൊരു പേരൊക്കെ കൊടുത്ത് ഒരു ചുട്ടിയൊക്കെ കൊടുത്ത് കണ്ണൊക്കെ എഴുതി ഇങ്ങനെ വെച്ചേക്കാണ് പല രൂപത്തിലും ഭാവത്തിലും. ഭൂമിക്കപ്പുറത്തേക്ക് ഇപ്പം ഭൂമിയിൽ വളരെ ചെറിയൊരു സാധനമാണല്ലോ. ഇതേപോലൊരു സംവിധാനം ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നമുക്ക് സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഇതിനേക്കാളോ ഇതിന് അപ്പുറമോ ഇപ്പുറമോ ഒക്കെ ഉള്ള അഡ്വാൻസ്ഡും ആവാൻ. നമുക്ക് ശരീരവും ആത്മാവും ഉണ്ട്, അല്ലെങ്കിൽ ബോഡിയും മൈൻഡും ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എന്താണ് അങ്ങോട്ട് ചോദിക്കുന്നത് എന്ന് ഞാൻ തീരുമാനിക്കുന്ന പോലും ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ പ്രവൃത്തി അല്ലല്ലോ, എൻ്റെ തലച്ചോറിൻ്റെ പ്രവൃത്തിയാണ്. അപ്പോൾ അത് ഈ ഒരു സാഹചര്യം കൊണ്ട് അങ്ങ് പറയുന്നതിൽ നിന്നുണ്ടാവും വരുന്ന സാധനമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ഭാഗം, അപ്പോൾ നമ്മുടെ ശരീരത്തെ നമുക്ക് കാണാം, അതിന് ശാസ്ത്രമുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കണം, മരുന്ന് കഴിക്കണം, അല്ലെങ്കിൽ നമ്മൾ ആരോഗ്യത്തിന് സംരക്ഷിക്കണം. പക്ഷേ ഈ മനസ്സെന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടാം ഭാഗം, ജീവൻ്റെ രണ്ടാം ഭാഗത്തിന് മതം അല്ലെങ്കിൽ ദൈവം വേണ്ടേ? ഇതൊരു ഫാലസിയാണ്. അതായത് ഈ ശരീരവും മനസ്സും എന്ന് പറയുന്നത് രണ്ട് വ്യത്യസ്തമായൊരു സംഗതിയാണ്. ഈ മനസ്സ് ശരീരത്തിൽ വസിക്കുന്ന എന്തോ ഒരു കൊച്ചൊരു കിളിയാണ്, ഒരു സംഗതിയാണ്, അല്ലെങ്കിൽ ഒരു ശക്തിയാണ്, അല്ലെങ്കിൽ ഒരു വിറയലാണ്, അല്ലെങ്കിൽ ഒരു കമ്പനമാണ്. ഇങ്ങനെയൊക്കെയുള്ള അതൊരു വിഭ്രാന്തിയാണ്. ദാറ്റ്സ് നോട്ട് റിയൽ. എന്താണ് മനസ്സ്? ഞാൻ സ്ഥിരമായി മനസ്സിനെക്കുറിച്ച് നടത്തുന്ന പ്രഭാഷണങ്ങളിലൊക്കെ പറയുന്ന ഒരു അനോളജി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഫുട്ബോൾ, ഗെയിം ഓഫ് ഫുട്ബോൾ, സോക്കർ, അതെന്താണെന്ന് അറിയാമോ? നിങ്ങൾ എൻജോയ് ചെയ്യാറുണ്ട്, അതിൻ്റെ മുന്നിൽ ഇരിക്കാറുണ്ട്. ബ്രസീലും അർജൻറ്റീനയും കളിക്കുമ്പോൾ നിങ്ങൾ ആക്ച്വലി യു ആർ വാച്ചിങ് ഗെയിം ഓഫ് സോക്കർ. ഈ ഗെയിം ഓഫ് സോക്കർ എവിടെയാണ് ഉള്ളത്? യു ഹാവ് ദ ബോൾ, യു ഹാവ് ദ ഗ്രൗണ്ട്, യു ഹാവ് the bars, the players, the audience, everybody. Where is game of soccer? പക്ഷേ നിങ്ങൾ ആസ്വദിക്കുന്ന ഗെയിം ഓഫ് സോക്കറാണ്, അല്ലാതെ ആളുകളെ കാണാനല്ല പോകുന്നത്, അല്ലാതെ ഗ്രൗണ്ട് കാണാനല്ല പോകുന്നത്. പന്ത് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ എന്തോന്ന് അടിച്ചു നോക്കുമ്പോൾ ഒന്നുമില്ല. പക്ഷെ അവിടെ സംഭവിക്കുന്നത് ഇതെല്ലാം കൂടെ ചേർന്നുണ്ടാകുന്ന ഒരു സോഫ്റ്റ്വെയർ, ഒരു ആശയം, ഒരു സംഗതി. അതിലാണ് നിങ്ങൾ ഈ ഗെയിം ഓഫ് സോക്കർ എന്ന് വിളിക്കുന്നത്. ക്രിക്കറ്റ് എന്ന് പറയുന്നത് അതാണ്, അല്ലാതെ ബാറ്റും ബോളും സ്റ്റമ്പും ഒന്നുമല്ല. അപ്പോൾ ഇതെല്ലാം കൂടെ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉൽപ്പന്നത്തെയാണ് നമ്മൾ അവിടെ ഫുട്ബോൾ കളി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരം വിവിധ ഭാഗങ്ങൾ അതിൻ്റെ ഒരു ക്രമമായ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന വിവിധമായ ബോധങ്ങളുടെയും ആകത്തുകയാണ് നിങ്ങളുടെ മനസ്സ്. നിങ്ങളുടെ ശരീരഭാഗങ്ങളിൽ ഏതെങ്കിലും ഒന്ന്, ഉദാഹരണമായിട്ട് ബാറില്ലെങ്കിൽ നിങ്ങൾ എവിടെ ഗോളടിക്കും? ഇല്ല. അതേപോലെ നിങ്ങളുടെ ഇവിടെ ഒരു സാധനം ഐസി അടിച്ചു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കൊന്നും അറിയാൻ ടച്ച് ഉണ്ടാവില്ല. ഈ ഭാഗം പോയി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങളുടെ നമ്പർ ഓർക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോവാം. ഓർമ്മയ്ക്ക് നാശം ഉണ്ടാവാം. ചിലപ്പോൾ കളറ് കാണാൻ പറ്റാതെ വരാം. ഇതെല്ലാം സംഭവിക്കുന്നതാണ് ഓരോരോ ഈ പറയുന്ന ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ ഓരോരോ ഘടക പദാർത്ഥങ്ങൾക്ക് പ്രശ്നം വരുമ്പോൾ നിങ്ങൾക്ക് ആ കളി അവിടെ പന്തില്ലാതെ കളിക്കാൻ പറ്റില്ല, അല്ലേ? പന്തിന് പരമാണെ കച്ചി വെച്ച് കളിക്കാം. പക്ഷേ കച്ചി വെച്ച് കളിച്ച് കഴിഞ്ഞാൽ കച്ചിപ്പന്തും മറ്റേ പന്തും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. നിങ്ങൾക്കൊരു ഡേവിഡ് ബെക്കാമിൻ്റെ കണക്കൊരു കിക്ക് എടുക്കാൻ കച്ചിപ്പന്ത് വെച്ച് സാധിക്കുമോ? ഇല്ല. സോ മൈൻഡ് എന്ന് പറയുന്ന സംഗതി നിങ്ങളുടെ മസ്തിഷ്ക പ്രവർത്തനങ്ങളുടെയും ശരീര പ്രവർത്തനങ്ങളുടെയും ഒരു ആകത്തുകയാണ്. നിങ്ങൾക്കത് എങ്ങനെ അറിയാൻ കഴിയുമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഓരോന്നോരോന്നിട്ട് അടിച്ച് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തുക വ്യത്യാസപ്പെടുന്നതാണ്. നിങ്ങൾക്കൊരു ഇഞ്ചക്ഷൻ തരാം, നിങ്ങളുടെ വേദനയെ ബോധം അറിയുന്ന ആ ഒരു ന്യൂറൽ പാത്വേ നിങ്ങൾ മരവിപ്പിക്കുകയാണ് അനസ്തേഷ്യ കൊടുത്ത്. നിങ്ങൾ ചോദിക്കുക ഞാൻ എവിടെയായിരുന്നു എന്ന് 2 മണിക്കൂർ കഴിഞ്ഞ് ചോദിക്കും. നിങ്ങൾക്ക് മനസ്സ് എന്ന് പറയുന്നൊരു സംഗതി യഥാർത്ഥത്തിൽ ഉണ്ടെങ്കിൽ ആ 2 മണിക്കൂർ സംഭവിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയേണ്ടതല്ലേ പുള്ളി? അല്ലെങ്കിൽ ഉണർന്നിരിക്കേണ്ടതല്ലേ? നിങ്ങളുടെ ശരീരഭാഗങ്ങൾ മരവിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ അല്ലെങ്കിൽ ബ്രെയിൻ്റെ ഭാഗങ്ങൾ പ്രവർത്തിക്കാതിരിക്കുമ്പോൾ ഈ മനസ്സെന്ന് പറയുന്ന ആശയത്തിന് ഇടിവ് തട്ടുന്ന എന്തുകൊണ്ടാണ്? ഇപ്പം ഞാൻ അങ്ങിപ്പോൾ ഈ സംസാരിക്കുന്നു, സ്ക്രിപ്റ്റ് എഴുതി സംസാരിക്കുന്ന കാര്യമല്ല. ഞാനിപ്പോൾ ചോദിക്കുന്നു, നേരത്തെ പ്ലാൻ ചെയ്ത് ചോദിക്കുന്നതല്ല. ഇത് പിന്നെ എങ്ങനെ സംഭവിക്കുന്നതാണ്? അങ്ങനെയല്ലേ സംഭവിക്കുന്നത്? എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചുകൂടാ? നമ്മളെപ്പോഴും ചോദിക്കുന്നു, ഈ ചോദ്യം ഒരു തിരിച്ചു ചോദിക്കുക, ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഒരു ബദൽ ചോദ്യമുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചുകൂടാ? അപ്പോൾ നമ്മൾ 2 മലയാളികൾ, നമ്മൾ ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവർ, ഞാനും അങ്ങും സംസാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല ഈ വിഷയം ഞാനും ഗിരീഷും തമ്മിൽ സംസാരിക്കുമ്പോൾ ചോദിക്കുന്നു പറയുന്നത്. ആ വ്യത്യാസം എങ്ങനെ രൂപപ്പെടുന്നു? ബിക്കോസ് നമ്മൾ കോപ്പി എടുക്കുന്നതിൽ ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ്റെ കണക്ക് എഫിഷ്യൻ്റ് അല്ല. ഇപ്പോൾ താങ്കൾ ഒരു യേശുദാസിൻ്റെ ഒരു പാട്ട് പാടാനായിട്ട് കൊടുക്കുക, ചന്ദ്രകളഭം ചാർത്തി. അദ്ദേഹം 10 പ്രാവശ്യം പാടി കഴിഞ്ഞാലും അതിനകത്ത് ഉച്ചാരണത്തിലും കോർഡിനേഷനിലും സ്വരത്തിലും സംഗീതത്തിലും
എല്ലാം വ്യത്യസ്തതയുണ്ടാകും. ഒരു നദിയിൽ 2 തവണ നമുക്ക് കുളിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ പറയുന്ന പോലെ ഒരു പാട്ടും നമുക്ക് ഒരുപോലെ 2 തവണ പാടാൻ കഴിയില്ല. നമ്മുടെ ഒരു ദിവസം ഒരുപോലെയല്ല. നമ്മുടെ സൗഹൃദങ്ങളെല്ലാം വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് പെൺ സുഹൃത്തുക്കളുണ്ടാവും, ആൺ സുഹൃത്തുക്കളുണ്ടാവും. അവരെല്ലാം ഒരേപോലെയല്ല. ഒരേപോലെയൊക്കെ എനിക്ക് ഒരേപോലെ 2 കണ്ണ് പോലെയാണ് മക്കളെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. ദർ ആർ മൈന്യൂട്ട് ഡിഫറൻസ്, നെഗ്ലിജിബിൾ ഡിഫറൻസ്. നെഗ്ലിജിബിൾ ആയതുകൊണ്ട് നമ്മളത് കാര്യമാക്കുന്നില്ല. നമുക്കെല്ലാം വ്യത്യസ്തമാണ്. നമ്മളൊരു കാര്യവും 2 പ്രാവശ്യം ഒരേപോലെ ചെയ്യില്ല. അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മൾ അബ്സല്യൂട്ട് ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ പോലെയാവും. നമുക്ക് അങ്ങനെ ഒരു കഴിവില്ല. വി ക്യാൻ റിപ്പീറ്റ്, ബട്ട് നമ്മുടെ റെപ്പറ്റീഷൻ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. എക്സാക്ട് കോപ്പീസ് അല്ല. അങ്ങനെ നമുക്ക് സാധിക്കില്ല. അത് നമ്മളെ ബിക്കോസ് ഓഫ് സോ മെനി ലിമിറ്റേഷൻസ്. മരിക്കുമ്പോൾ എന്ത് സംഭവിക്കും നമുക്ക്? ഞാൻ പറഞ്ഞ ഈ മനസ്സ് അല്ലെങ്കിൽ ആത്മാവെന്നൊക്കെ പറയാം, എന്ത് മരിച്ചാലും ഈ സാധനം പെട്ടെന്ന് അതുവരെ ഇപ്പം വരെ ജീവനുണ്ട്. ഇപ്പം ഞാൻ മറിഞ്ഞു വീഴുന്നു, ശരീരത്തിൻ്റെ പ്രവർത്തനം നിന്ന് മരിക്കുന്ന മനസ്സിലാക്കാൻ നമ്മുടെ ശരീരം നിന്നു എന്ന് പറയും. പക്ഷേ ഞാൻ പെട്ടെന്ന് തലച്ചു വീഴുന്നു, എൻ്റെ തലയിടിക്കുന്നു, ഞാനങ്ങ് മരിച്ചു പോകുന്നു. അപ്പോൾ ഈ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന മനസ്സിന് എന്ത് പറ്റും? മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് വിശ്വപ്രസിദ്ധമായിട്ടുള്ള ഒരു ഉത്തരം നൽകിയത് റസലാണ്. റസലിനോട് ചോദിച്ചു മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന്. പുള്ളി പറയുന്നുണ്ട്, യു മസ്റ്റ് റോട്ട്, നിങ്ങൾ അഴുകും. ശരീരം അഴുകും. ശരീരമാണല്ലോ നിങ്ങൾ. ശരീരം നിങ്ങളെന്ന് പറയുന്ന ശരീരമല്ലേ? ഉദാഹരണമായിട്ട് ഞാൻ പറയാം, നിങ്ങളുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ഈ സാജൻ്റെ ജനനത്തെക്കുറിച്ച് ഇനി മുന്നേ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ഇനി എന്ത് ക്ലെയിം നടത്തിയാലും ഒന്നും അറിയില്ല. ഇല്ല. ഇനി സാജൻ്റെ മരണത്തിന് ശേഷം സാജനൊന്നും അറിയാൻ കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും. സാജനും അത് തന്നെയായിരിക്കും കരുതുന്നത്. പോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സംതിങ് ലൈക്ക് ഈ ഒരു ബോധം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു കൊച്ചു കുട്ടിയായിട്ടിരിക്കുമ്പോൾ നമ്മുടെ നെറ്റിലൊരു പൊട്ടിട്ടിട്ട് നമ്മളൊരു കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇത് നമുക്കൊരു 16 മാസമൊക്കെ ആകുമ്പോൾ ആ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്ന കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബവും ഞാനും ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ അതിന് മുന്നെയാണ് നമുക്ക് മനസ്സിലാവില്ല. കാരണം നമ്മളിലേക്ക് വരുന്ന ഈ ആത്മബോധം, സെൽഫ് കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയുന്നത് ഓരോരോ പ്രോഗ്രാമുകളാണ്. ഈ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴാണ് നമ്മളെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങുന്നത്. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ പൊട്ടുതൊടും, നമ്മൾ തന്നെ ഇത് ചെയ്യും. ഇത് ശരിക്കും ഒരു പ്രോഗ്രാം പോലെ ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. ഇത് തുടക്കത്തിൽ ഇങ്ങനെ മനസ്സ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. നമ്മൾ അറിവില്ലായ്മ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, കൊച്ചുകുട്ടിയല്ലേ വിട്ടേക്കും. അവൻ്റെ നമ്മളുടെ തന്നെ അത്രയും ന്യൂറോൺസ് അവനും ഉണ്ട്. പക്ഷേ കണക്ഷൻസിൻ്റെ വ്യത്യാസമാണ്. ഈ കണക്ഷൻസ് എപ്പോഴും സ്ട്രെങ്തൻഡ് ആവുന്ന നമ്മുടെ അനുഭവങ്ങളിലൂടെയാണ്. ഇപ്പോൾ 2-3 തവണ ലിഫ്റ്റിൽ കയറുന്ന ഒരാൾക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ എങ്ങനെയാണ് അല്ലെ എന്താണ് ചെയ്യേണ്ടതെന്ന് അയാൾക്ക് അറിയാൻ കഴിയും. ആദ്യം കയറുന്ന ആൾ വേറൊരു അവസ്ഥയിലായിരിക്കും. അയാൾ എന്ത് ചെയ്യണേ ഇങ്ങനെ ആവും. അപ്പോൾ ഇത് അവിടെ ഒരു ന്യൂറൽ കണക്ഷൻ ഉണ്ടാവുകയാണ്. നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി നിങ്ങൾക്ക് തെറ്റില്ല, കാരണം നിങ്ങൾ സ്ഥിരമായി പോകുന്നതാണ്. പക്ഷേ എൻ്റെ വീട്ടിലേക്കുള്ള വഴി GPS വേണ്ടി വരും. 2-3 പ്രാവശ്യം വന്നതിന് ശേഷം ഈ ഒരു പ്രശ്നമില്ല. അപ്പോൾ ആക്ച്വലി നമുക്ക് ലോകത്തെക്കുറിച്ചും ചുറ്റുപാടുള്ളതിനെക്കുറിച്ചുള്ള നമ്മുടെ ബോധം എന്ന് പറയുന്ന സമയം അത് ഒരു പ്രോസസ്സാണ്, ഒരു പ്രോഗ്രാമാണ്, ഇവോൾവിങ് പ്രോഗ്രാമാണ്. അത് തുടക്കത്തിലെ ഒരു സംഗതിയായിട്ട് അവിടെ ഇരിപ്പില്ല. ഇറ്റ് ഈസ് ഇൻ പ്രോഗ്രസ്. ഇപ്പോഴും അത് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രോഗ്രസ് ചെയ്യുന്നതിനിടയിൽ കുറേ കാര്യങ്ങൾ നമ്മൾ മറക്കും, കുറേ കാര്യങ്ങൾ നമ്മൾ പുതുതായിട്ട് എടുക്കും. ഞാനും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക, താങ്കളും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വെദർ യു ആർ വില്ലിംഗ് ടു അക്സെപ്റ്റ് ഓർ നോട്ട്. ഞാൻ പിന്നെ ഒരു 1-2 ചെറിയ സംശയം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം ഭാഗം. ഈ മരണത്തിന് ശേഷം ഉള്ള ജീവിതമാണ് മതത്തിൻ്റെ അടിസ്ഥാനം. എല്ലാ മതവും പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നുള്ളൂ. അതുകൊണ്ട് മതം നിലനിൽക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇത് മറുഭാഗത്തിൽ മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന് യുക്തിവാദികൾ അല്ലെങ്കിൽ ഈ പറയുന്ന സ്വതന്ത്ര ചിന്തർക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മളെങ്ങനെ തറപ്പിച്ചെങ്ങനെയാണ് പറയുന്നത് മരണത്തിന് ശേഷം സ്വർഗ്ഗത്തിൽ പോകത്തില്ല, അല്ലെങ്കിൽ മരണത്തിന് ശേഷം നമ്മൾ ഹൂറികളെ കിട്ടത്തില്ല എന്നെങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? ഈ മരണത്തിന് ശേഷം നിങ്ങളൊരു സമ്മാനം പ്രഖ്യാപിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളിവിടെ കുറേ സ്റ്റാഫ് ജോലി ചെയ്യുന്ന ഒരു ശമ്പളമുണ്ട്. പറയുന്നത് നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യൂ, നിങ്ങളെല്ലാം കൂടെ കൂട്ടി ഒരു വലിയൊരു എമൗണ്ട് ഞാൻ തരാം. അവർ പറയും, സാർ അത് ഞങ്ങൾക്ക് അപ്പം കിട്ടിയേക്കോളൂ, അതൊന്നും ഒരു കുഴപ്പമില്ല, ഞാൻ വലിയൊരു എമൗണ്ട് തരാം. സാർ എപ്പോഴാണ് തരുന്നത്? അത് നിങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ട് തരാം എന്ന് പറയുന്നതിരിക്കട്ടെ. ചിലപ്പോൾ ചിലർ സമ്മതിച്ചിരിക്കും. കാരണം വെച്ചാൽ ആ പൈസ ഉള്ളതാണ്, അത് റിയലാണ്. പൈസ റിയലാണ്, നിങ്ങൾ കൊടുക്കും. ഇനി അച്ഛനും അമ്മയ്ക്കെങ്കിലും കിട്ടുമല്ലോ, അല്ലെ മക്കൾക്കെങ്കിലും കിട്ടുമല്ലോ എന്ന് കരുതി 1-2 പേര് പിന്നെ അത് ലോജിക്കലായിട്ട് തോന്നാം. പക്ഷെ മതം ചെയ്യുന്നത് എന്താണ്? സമ്മാനം മരണത്തിന് ശേഷമാണ്.
അതായത് നിങ്ങളില്ലാതായി കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്ന സമ്മാനം ഒന്ന്. മറ്റേത് നിങ്ങളില്ലാതായി കഴിഞ്ഞ് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്, അല്ലെ മക്കൾക്ക് നമുക്ക് കിട്ടാൻ. ഇത് ഇല്ലാത്ത നിങ്ങൾക്ക് ഉണ്ടാകുന്നത്, എന്ത് ഭീകരമായൊരു കൺസ്ട്രക്ഷനാണത്. നിങ്ങളില്ല, നിങ്ങൾക്കാണ് അവിരാമമായ രതി ഓഫർ ചെയ്യുന്നത്. നിങ്ങളില്ല, നിങ്ങൾ റോട്ട് ചെയ്യുന്നു, നിങ്ങളുടെ സ്ട്രക്ചർ മുഴുവൻ പോകുന്നു. നിങ്ങൾക്കാണ് ഈ സംഗതി ഓഫർ ചെയ്യുന്നത്. ഇതിൻ്റെ കണക്കൊരു തട്ടിപ്പ്. നിങ്ങൾ ഒരുപാട് തട്ടിപ്പുകൾക്കെതിരെ ജേർണലിസമൊക്കെ നയിക്കുന്നതാണല്ലോ. നിങ്ങൾ യഥാർത്ഥത്തിൽ തട്ടിപ്പുകൾക്കെതിരെ നീങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈ തട്ടിപ്പിനെ കുറിച്ച് സംസാരിക്കുക. അതിന് പേരിൽ ആരെങ്കിലും കാശുണ്ടാക്കാനെങ്കിലല്ലേ തട്ടിപ്പാവുന്നുള്ളൂ. മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതം പലർക്കും കാശ് കിട്ടുന്നില്ലേ, പലരുടെയും ജീവിത വ്യവസ്ഥയില്ലേ, മതം പഠിപ്പിക്കുന്നില്ലേ, പഠിക്കുന്നില്ലേ, മതത്തിൽ പൈസ ഇല്ലേ? എന്താ ഈ പറയുന്നത്? തിരുപ്പതിയിൽ പൈസ ഇല്ലേ? ആറ്റുകാൽ അവരെങ്ങനെയാണ് വിദ്യാഭ്യാസം സ്വമേധ കൊടുക്കുന്നതാണല്ലോ പറ്റിക്കുന്ന. ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകുമ്പോൾ കാശ് മേടിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ രോഗം മാറ്റുമ്പോൾ കാശ് മേടിക്കുവാണെങ്കിൽ മനസ്സിലാക്കാം. ഈ മരണാനന്തര സമ്മാനം അതിനേക്കാൾ തട്ടിപ്പല്ലേ? നിങ്ങൾക്ക് മരണാനന്തരം എന്ത് തരാമെന്ന് പറഞ്ഞ ഒരാൾ പറയുകയാണെങ്കിൽ സത്യത്തിൽ നിങ്ങളെ ആരാക്കുകയാണ്? നമുക്കറിയത്തില്ലല്ലോ മരണത്തിന്. അറിയില്ല. അജ്ഞത എന്ന് പറയുമ്പോൾ ആർക്കാ ഉള്ളത്? എല്ലാവർക്കും ഉള്ളൊരു അജ്ഞത. അതെ, എല്ലാവർക്കും അജ്ഞത. ഇങ്ങനെ മരണത്തിന് ശേഷം നമ്മൾ കാണുന്നു മരിച്ചവരാരും തിരിച്ചു വരുന്നില്ല. നമ്മുടെ ഒരുപാട് പേര് മരിച്ച സ്വർഗത്തിൽ ജീവിക്കുന്നുണ്ടാവും. സ്വർഗമായിക്കോട്ടെ, യുറാനസ് ആയിക്കോട്ടെ, മരിച്ചവരാരും തിരിച്ചു വരുന്നില്ല. മരിച്ച ഒരാൾ പോലും വന്നിട്ട് അവിടെ എന്താണ്, ഇവിടെ ഉണ്ട്. നമ്മളെങ്ങും പോകുന്നില്ല. നമ്മളിവിടെ അഴുകി ഇവിടെ തന്മാത്രകളായിട്ട് ആറ്റങ്ങളായിട്ട് നമ്മളിവിടെ തന്നെ ഉണ്ട്. അതൊരു പൂവ് ചിലപ്പോൾ വളമായിട്ട് വലിച്ചെടുത്ത് സാധനം ഒരു പൂവായിട്ട് വന്നത് ചിരിച്ച് കാണിക്കും. പുനർജന്മമാണെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങളെവിടെ പോകുന്നത്? നിങ്ങളെങ്ങും പോകുന്നില്ല. സ്വർഗത്ത് പോകുമെന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ നരകത്ത് പോകുമെന്ന് പറഞ്ഞു. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി മനുഷ്യനെ ഞാൻ കൊപ്പയെന്നാണ് പറയുന്നത്. ഞങ്ങൾ കൊപ്പയെന്നാണ് എന്നെ പറയുന്നത്. കൊതിയും പേടി. മതം എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. കൊതിപ്പിക്കുക. അത് ഹൂറി തൊട്ട് മോക്ഷം തൊട്ട് പല സെറ്റ് ഓഫ് സാധനങ്ങൾ അതിനകത്ത് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് എഴുതി കൂട്ടാം, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഒന്നിനും തെളിവ് കൊടുക്കണ്ട, ഒന്നും കാണിക്കണ്ട, ഒന്നും കൊടുക്കണ്ട. നിക്ഷേപം സ്വീകരിച്ചാൽ മതി, തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. എന്ത് സൗകര്യമാണ്! നിക്ഷേപങ്ങൾ സ്വീകരിച്ചാൽ മതി, ഒന്നും തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ തിരിച്ചു കൊടുക്കുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തു, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ചെയ്യുന്നു, ഒരു 10 ലക്ഷം വ്യൂസ് ഉണ്ടാകുന്നു. നിങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് 10 ലക്ഷം. നിങ്ങളെല്ലാ വീഡിയോയ്ക്ക് മുന്നേ പ്രാർത്ഥിക്കുന്നു. അതിൽ കുറേ എണ്ണം 5 ലക്ഷം, 1 ലക്ഷം, ചിലപ്പോൾ ഒരെണ്ണം 50,000, ഒരെണ്ണം 25,000. അപ്പോൾ നിങ്ങൾ ഇത് ഞാൻ പ്രാർത്ഥിച്ചാണ്, പക്ഷേ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും കുഴപ്പമുള്ളത് കൊണ്ടോ എൻ്റെ പ്രാർത്ഥന ശരിയാവാത്തത് കൊണ്ടോ ആയിരിക്കും. ആക്ച്വലി അവിടെ സംഭവിക്കുന്നത്, നിങ്ങൾക്ക് എടുത്ത് മാറ്റാൻ കഴിയുന്ന ഒരു വേരിയബിളാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ ആഹാരം കഴിച്ചിട്ട് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ആഹാരം കഴിക്കുന്നവരുണ്ട്. മുള്ളൊന്നും ഉടക്കരുതെന്നും പറഞ്ഞു. അപ്പോൾ നേരെ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ട് വന്നൊരാൾ പറയും, ഞാൻ പ്രാർത്ഥിച്ചു, ആഹാരം കഴിച്ചു, ദൈവം സഹായിച്ചു, വിശപ്പ് മാറി. ഞാൻ വെള്ളം കുടിച്ചു, ദൈവം സഹായിച്ച് ദാഹം മാറി. ഞാൻ പെട്രോളൊക്കെ അടിച്ച് വണ്ടി നേരെ കീപ്പ് ചെയ്യുന്നു, ദൈവം സഹായിച്ച് നന്നായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഒരു കോറിലേഷൻ അല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അതായത് പോസിബിൾ ആൻഡ് പ്രോബബിൾ, നടക്കാൻ സാധ്യതയുള്ളതും സഹജവുമായ കാര്യങ്ങൾ നടന്നു പോകുന്നു. നമുക്കിപ്പോൾ രണ്ടുപേർക്കും ഒരു ഹൃദയത്തിനൊരു പ്രശ്നമില്ല. എന്തുകൊണ്ടാണ്? ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അത് പ്രശ്നമില്ലാതെ പോകുന്നത് സഹജമായതുകൊണ്ടാണ്. നിലവിൽ നമ്മൾ രണ്ടുപേരുടെയും ഹാർട്ടിന് വലിയ പ്രശ്നമില്ല, നമ്മൾ കരുതുന്നു. ഓക്കെ, ആക്ച്വലി അറിയില്ല, അതുകൊണ്ട് അത് പ്രവർത്തിച്ചു പോകുന്നു. അത് പ്രോബബിളാണ്, സഹജമാണ്. ഇത് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചുണ്ടാക്കാം, എനിക്ക് പ്രാർത്ഥിക്കാതെ ഉണ്ടാക്കാം. ഇനി യഥാർത്ഥത്തിൽ താങ്കൾ ആദ്യം പറഞ്ഞൊരു കാര്യം ഞാൻ നോട്ട് ചെയ്തതാണ്. എല്ലാം മനസ്സ് സാന്നിധ്യമാണ്, കരളുറപ്പാണ് എന്നൊരു പോയിന്റ്. വിൽ പവർ. നിങ്ങൾ ഒരു ടെർമിനൽ ക്യാൻസർ പേഷ്യൻറ്റിനെ സങ്കല്പിക്കുക. അയാൾക്ക് ഒരു ട്യൂമർ ഉണ്ടാകുന്നു, ഒരു മാലിഗ്നൻ്റ് ആയിട്ടുള്ള ട്യൂമർ അയാൾ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പം അയാൾ നല്ല വിൽ പവറുള്ള ആളാണ്, ഭയങ്കര വിൽ പവറാണ്. ആ വിൽ പവർ ഉണ്ട് എന്നുള്ളത് അയാളുടെ ട്യൂമറിൻ്റെ വളർച്ചയെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ എന്താണ് ചെയ്യാൻ കഴിയുക? ആ വിൽ പവർ കൊണ്ട് എന്താ ഗുണമെന്നറിയാം. അയാൾ ശേഷിക്കുന്ന കാലം അയാൾ പൊട്ടി തകരുന്നില്ല, അയാൾ പിടിച്ചു നിൽക്കുന്നു, അയാൾ കുറച്ച് കൂളായിട്ട് നിൽക്കുന്നു. ചുറ്റുമുള്ള ആളുകൾക്ക് അത് കുറച്ചുകൂടെ പോസിറ്റീവ് കംഫർട്ടബിൾ ആവും. ആ ഒരു സംഗതി ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ യഥാർത്ഥത്തിൽ ആ രോഗത്തെ തടയാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ വിൽ പവറിന്, പക്ഷേ വിൽ പവർ ഇല്ലെങ്കിൽ അയാൾ വേഗം മരിച്ചു പോകാൻ സാധ്യത കൂടുതലല്ലേ? നോട്ട് നെസസറിലി. അതെങ്ങനെ പറയാൻ കഴിയും? അല്ല, അയാൾ തകർന്നു പോയി. എൻ്റെ ജീവിതത്തിൽ അയാൾ തകർന്നു പോയി. അയാളുടെ വീട്ടിലെ ഡോക്ടർമാരൊക്കെ പറയാറുണ്ടല്ലോ, ഒരു മനസാന്നിധ്യം ഉണ്ടാവണമെന്ന് പറയാറില്ലേ? അതായത് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അതായത് ഞാൻ പറയാം, നിങ്ങളൊരു
ഡെഡ് ബോഡി അല്ലെങ്കിൽ അഴുകിയ പൂക്കൾ കൊണ്ടുവന്നിട്ട് കുറേ കഴിയുമ്പോൾ അതിൻ്റെ ദുർഗന്ധം വരും. നിങ്ങളവിടെ എല്ലാം സെൻറ്റ് പൂശുകയാണെങ്കിൽ ഈ ദുർഗന്ധം നിങ്ങൾ അറിയാതിരിക്കും, ബിക്കോസ് മറ്റേ മോളിക്യൂൾസാണ് നിങ്ങളുടെ മൂക്കിൽ വരുന്നത്. പക്ഷേ ആ പൂക്കൾ അഴുകിക്കൊണ്ടേയിരിക്കും അല്ലേ? മനസ്സിലായി. അതപ്പോൾ പോസിറ്റീവ് ചിന്തയും വേണ്ടേ? അപ്പോൾ പോസിറ്റീവ് ആണല്ലോ മനുഷ്യൻ. ഞാൻ ചോദിക്കണത്, എനിക്ക് എത്തീസം എന്ന് പറഞ്ഞാൽ ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള അവസ്ഥയാണ്. ബിക്കോസ് ഞാൻ കരുതുന്നത്, ഇപ്പം എനിക്ക് 54 വയസ്സായി. അപ്പം ഞാൻ കരുതുന്നത് ഇത് 54 എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം വളരെയധികം വലിയൊരു നേട്ടമാണ്. ഇത്ര പോലും ഓടിയെത്താത്ത ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ജനിക്കാൻ തന്നെ ഭാഗ്യം കിട്ടാത്ത ഡോക്കൻസ് പറയുന്നുണ്ട്. ലക്ഷക്കണക്കിന് സ്പേംസാണ് കുതിച്ചു പായുന്നത് അണ്ടത്തിൻ്റെ സംയോഗത്തിൽ. ആ ഓട്ടത്തിൽ സംയോഗത്തിന് സോക്കോൾഡ് അവസരം കിട്ടിയ ഏക സ്പേമാണ് എൻ്റെ പകുതി ജനിതക പദാർത്ഥം. ബാക്കിയുള്ളവയെല്ലാം നശിച്ചു പോവുകയായിരുന്നു. അപ്പോൾ കോടിക്കണക്കിന് ഒരാളാണ് ഞാൻ, അല്ല കോടിക്കണക്കിനുള്ള സാധ്യതയുള്ള ഒരാളാണ് ഞാൻ. ഞാൻ ഇത്രയും എത്തി. അപ്പം ഓരോ നിമിഷവും, ഈ വരുന്ന നിമിഷം അല്ല ഇനി മുന്നോട്ട് പോകുന്ന നിമിഷം, ഇത് ഓരോ നിമിഷവും നമ്മളുടെ സാധ്യതകളാണ്. പ്രഗ്നൻ്റ് വിത്ത് എന്താണ് പറയുന്നത്, ഭയങ്കര പോസിബിലിറ്റീസാണ്. യു ക്യാൻ ബി എനിത്തിങ്, എവറിത്തിങ് ആൻഡ് നത്തിങ്. നമ്മളൊരു മിനിറ്റിൽ പറയുന്ന ഒരു കാര്യമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര എന്താണ് പറയുക, നിങ്ങളെ വേൾഡ് ഫേമസ് ആവും, നിങ്ങൾ വൈറലാവുന്നതും. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ. അല്ല, മീൻസ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു ബി ഹാപ്പി, ബിക്കോസ് ലൈഫ് ഇറ്റ് സെൽഫ് എന്ന് പറയുന്നത് ഒരു ലക്കി ലോട്ടറിയാണ്. ലക്കി എന്ന് പറയുമ്പോൾ ഇൻ ദ സെൻസ് ദാറ്റ് എ ഫേവറബിൾ റിസൾട്ട് ഫോർ യു. നിങ്ങൾ ജനിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ജനിക്കാതിരിക്കാമായിരുന്നല്ലോ. അപ്പോൾ യു നീഡ് ടു ബി പോസിറ്റീവ് അബൌട്ട് എവറിത്തിങ്. പിന്നെ എന്തിനാണ് ജീവിക്കുന്നത്? എന്താണ് പ്രതീക്ഷ? നമുക്ക് മതമില്ല, ദൈവമില്ല, സ്വർഗത്തിൽ പോകണ്ട, പിന്നെ നമ്മൾ പിന്നെ എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ചോദ്യത്തിൻ്റെ ഇത് മനസ്സിലാക്കണം. ഞാൻ അതൊന്ന് തിരിച്ചിടാം. ഇപ്പോൾ താങ്കളുടെ ഫേവറേറ്റ് ബിലീഫ് ക്രിസ്ത്യാനിറ്റിയിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നത് കർത്താവിൻ്റെ തോട്ടത്തിലിരിക്കുക, അല്ലെങ്കിൽ സൈഡിലിരിക്കുക, അല്ലെങ്കിൽ സ്വർഗം, അങ്ങനെ കുറേ വലതുവശത്തിരിക്കുക. റൈറ്റ്. ഇരുന്നിട്ട് രാവിലെ എഴുന്നേൽക്കുക, പ്രാർത്ഥിക്കുക, മന്ന കഴിക്കുക. പ്രാർത്ഥിക്കണ്ട, അവിടെ തന്നെ പ്രാർത്ഥിക്കണ്ട, അല്ലെ മന്ന കഴിക്കണം. മന്ന കഴിക്കുക, പിന്നെ പെപ്സിയോ എന്തെങ്കിലും കുടിക്കുക, പിന്നെ എന്താണ് നടക്കുക. ചിലപ്പോൾ അവിടെ രതി ഉണ്ടാകും. രതിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഞങ്ങൾക്ക്. പിന്നെ അത്ര ബോറാണ്. അല്ല പോട്ടെ, മനുഷ്യന് സന്തോഷം ഉണ്ടാവും. അല്ലെ ചിലപ്പോൾ വൈഫൈയോ എല്ലാം ഉണ്ടാവും നോക്കുക. എല്ലാ സെറ്റപ്പുള്ള ഒരു ആധുനിക ഇതാണ്. ഒരു ദിവസം അത് ചെയ്തു, രണ്ടാം ദിവസം രാവിലെ എഴുന്നേറ്റ് വീണ്ടും ഇത് ചെയ്തു, 1 മാസം കഴിഞ്ഞ് ഇത് ചെയ്തു, 1 വർഷം കഴിഞ്ഞ് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു, 10 വർഷം കഴിഞ്ഞ് ഇത് ചെയ്യുന്നു, 10,000 വർഷം കഴിഞ്ഞു രാവിലെ സാധനം എഴുന്നേറ്റ് ഇത് തന്നെ ചെയ്യുന്നു, 1,00,000 വർഷം കഴിഞ്ഞിട്ടും സാധനം ചെയ്യുന്നു, 1 കോടി വർഷം. എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? ഓക്കെ. അപ്പം ഞാൻ ചോദിക്കുന്നത്, അപ്പം മനുഷ്യൻ ജനിക്കുക, കഴിയുന്നത്ര കാലം ജീവിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക, മരിക്കുന്നതോടുകൂടി അവൻ അവസാനിക്കുക. എല്ലാം നിങ്ങൾ ചുറ്റും കാണും. നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് ഞാനൊരു കാരണം ചോദിക്കാം. ഒരു മുയൽ നിങ്ങൾ ഉണ്ടാക്കുന്നു, നിങ്ങളുടെ ഫാമിലി ഉണ്ടാക്കുന്ന ഒരു മുയൽ ജനിക്കുന്നു, ഒരു ചക്കു മുയൽ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൊണ്ടുവന്ന് പൊട്ടൊക്കെ തുടങ്ങുന്നു. ഇത് എന്താ ചെയ്യുന്ന ദിവസം രാവിലെ എന്നിങ്ങനെ അത് ചെയ്യുന്നു, കുറേ കഴിഞ്ഞിട്ട് ഇതാവുന്നു, കുറേ കഴിഞ്ഞ് ആരെങ്കിലും എടുത്ത് അതിനെ കൊല്ലുകയോ എന്തെങ്കിലും ചെയ്യുന്നു, വീണ്ടും അതിൻ്റെ കുട്ടികളുണ്ടാവുന്നു, ഇങ്ങനെ പോകുന്നു. ഈ പറയുന്ന മുയൽ എന്തിനാണ് ജീവിക്കുന്നത് ശരിക്കും? അല്ല, മുയൽ പോട്ടെ, പശുവാട്ടെ, ഏത് ജീവി, ഞാൻ ബാക്ടീരിയ ഒന്നും എടുക്കുന്നില്ല, വലിയൊരു ഇതായിട്ടുള്ളത്. വീണ്ടും അടുത്ത തലമുറ ഉണ്ടാക്കി ഇതിങ്ങനെ ജീവിക്കും. എന്തിനാണ് ജീവിക്കുന്നത്? താങ്കൾക്ക് ഒരു വാലിഡ് ആയിട്ടുള്ള ഉത്തരവുണ്ടോ? ജീവിക്കാനായിട്ട് ജീവിക്കുന്നു എന്ന് പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ താങ്കളുടെ ഉത്തരമായി പോകും. അതിന് ജീവൻ കിട്ടി ജീവിക്കുന്നു. അത് അതിൻ്റെ രസങ്ങൾ പുല്ല് കഴിച്ചു ജീവിക്കുന്നു. അടിപൊളിയായിട്ട് ജീവിക്കുന്നു. ജീവിതത്തിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും എന്ന് പറഞ്ഞാൽ ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് ഏറ്റവും വേദനരഹിതമായിട്ടും ഏറ്റവും രോഗരഹിതമായിട്ടും ഏറ്റവും ആമോദത്തോടെയും ആനന്ദത്തോടെയും ജീവിക്കുക എന്നുള്ളതാണ് എല്ലാ ജീവിവർഗങ്ങളിലും അവരുടെ പ്രൈമറി പ്രിഫറൻസ്. ഏറ്റവും സ്ട്രെസ്സ് കുറഞ്ഞു. ഇപ്പോൾ നമ്മൾ തന്നെ ഇതിനകത്തൊക്കെ പറയാറുണ്ടല്ലോ, ശിവനോടുള്ള ഒരു പ്രാർത്ഥന തന്നെയല്ലേ, വേദന ഇല്ലാത്ത മരണം, രോഗങ്ങളില്ലാത്ത ജീവിതം. അതാണ് ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന ഒരു ശിവനോടുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. അപ്പം ഇതാണ് ബേസിക്കലി, ഇത് മനുഷ്യൻ്റെ കാമനയാണ്.
അത് നിങ്ങൾ വെദർ യു ആർ ആൻ ഏത്തീസ്റ്റ് ഓർ എ ബിലീവർ ഓർ എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇതായിരിക്കും. കുറഞ്ഞ വേദന, കൂടുതൽ സന്തോഷം, ജീവിക്കുക പരമാവധി. ഇതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. അല്ല, അപ്പം നമുക്ക് ഈ മറ്റ് വികാരങ്ങളുടെ ആവശ്യം എന്താണ്? ഇപ്പം കരുണ, ഭാര്യയെ സ്നേഹിക്കണം, മാതാപിതാക്കളെ ശുശ്രൂഷിക്കണം, മക്കളെ വളർത്തണം, ഇതൊന്നും വേണ്ടല്ലോ നമുക്ക് നമ്മുടെ അങ്ങനെ ആണെങ്കിൽ. ഇത് തെറ്റായ സമീപനമാണ്. കാരണം നിങ്ങളിലുള്ള കരുണ നിങ്ങൾ പോയി പഠിച്ചെടുത്ത കാര്യമല്ല, നിങ്ങൾ ആർജിച്ചെടുത്ത കാര്യം പോലും അല്ല. നിങ്ങളുള്ള ദയ, സ്നേഹം. പ്രധാനമായിട്ട് നിങ്ങളൊരു പട്ടിക്കുട്ടി, അതിൻ്റെ തള്ള എടുത്തുന്ന ഒരു പട്ടിക്കുട്ടി എടുത്തുകൊണ്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കടിക്കും. അത് മദർഹുഡ് എന്ന് പറയുന്നൊരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം എന്നിലും താങ്കളിലുണ്ട്, പക്ഷേ നമ്മളിലുള്ളതിനേക്കാൾ വളരെ കൂടുതൽ സ്ത്രീകളിലുണ്ട്. ഒരു സ്ത്രീ അവരുടെ കുട്ടി കണ്ടി വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചാടിയെന്നിരിക്കും. അച്ഛൻ ചിലപ്പോൾ ചാടുന്നില്ല, പക്ഷെ അമ്മ ചാടിയെന്നിരിക്കാം. അതെങ്ങനെയാണ്? കാരണം അങ്ങനെ സംഭവിക്കുന്നത് ബിക്കോസ് ഇറ്റ്സ് ജനറ്റിക്, ഇറ്റ്സ് ബയോളജിക്കൽ, ഇറ്റ്സ് സെറിബ്രൽ. ഒരു അമ്മയ്ക്കൊരു കുട്ടിയോടുള്ള ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശക്തമാണ്. അത് ജനറ്റിക്കായിട്ട് വരുന്നത്. അതൊരു ഒരു പാമ്പായിക്കോട്ടെ, ഒരു പട്ടി ആയിക്കോട്ടെ, ഇതൊരു നാച്ചുറൽ സെലക്ഷൻ വഴി അനുകൂലനം കിട്ടിയിട്ടുള്ള ഒരു സെറിബ്രൽ ട്രെയ്റ്റാണിത്. ഇത് അടുത്ത തലമുറയിലേക്ക് പോകണമെങ്കിൽ ഇത്തരം ട്രെയ്റ്റുള്ള ജീവികൾക്കാണ് അനുകൂലനം കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മളെല്ലാം ജീവികുലത്തിലെമ്പാടും മദർഹുഡ് എന്ന് പറയുന്നൊരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ നിങ്ങളുടെ മദർ എന്ന് പറയുന്നത് ചിലപ്പം എന്താ പറയുക, ലോകത്തെ ഏറ്റവും മോശം സ്ത്രീ ആയിരിക്കും, ചിലപ്പം കറപ്റ്റഡ് ആയിരിക്കും, വളരെ അസൂയ, എല്ലാം മോശം ഉള്ള ഒരു സ്ത്രീ ആയിരിക്കും. പക്ഷേ നിങ്ങളോടുള്ള സ്നേഹം അൺകണ്ടീഷണൽ ആയിരിക്കും. അത് അവരുടെ ഗുണമല്ല, അവരുടെ മികവോ, അവരൊരു നല്ല സ്ത്രീ ആയിട്ടുമല്ല, സോക്കോൾഡ് നല്ല സ്ത്രീ ആയിട്ടല്ല. ജനറ്റിക്കലി അവരൊരു ബോണ്ടിലാണ്. ആ ബോണ്ടിൽ നിന്ന് അവർക്ക് എങ്ങനെയാണ് നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ അട്രാക്ഷൻ എന്നൊക്കെ പറയാൻ കഴിയുമോ? അവർ തമ്മിൽ എന്തെങ്കിലും ചിരകാല ബന്ധമുള്ളതാണ്. ദിസ് ഈസ് എ സഹജമായൊരു സാധനമാണ്. ഇതേപോലെ തന്നെയാണ് ഈ മനുഷ്യബന്ധങ്ങളിൽ തന്നെ അമ്മയോടുള്ള സ്നേഹം, അച്ഛനോടുള്ള സ്നേഹം, ഇതൊക്കെ ഇവിടുന്ന് വരുന്ന സാധനമാണ്. അല്ല നിങ്ങൾ പഠിച്ചെടുത്ത സാധനമൊന്നുമല്ല. മതം വരുന്നതിന് മുന്നേ അതുണ്ട്, മതം ഉള്ളപ്പോഴും ഉണ്ട്, മതം ഇല്ലാത്തപ്പോഴും ഉണ്ട്. താങ്കൾക്കുള്ള അതേ കരുണ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കരുണയുള്ള ഒരുപാട് ഏത്തീസ്റ്റുകളായിട്ടുള്ള ആളുകളുണ്ട്. ഇത് മതവുമായി ഒരു ബന്ധമില്ലാന്നേ. നിങ്ങളുടെ മൊറാലിറ്റിക്കോ, നിങ്ങളുടെ വികാരങ്ങൾക്കോ, നിങ്ങളുടെ സ്വപ്നങ്ങൾക്കോ ഈ മതവുമായിട്ട് എന്താ? മതം ഒരു വളരെ വളരെ പുതിയ സാധനമല്ലേ. ഹോമോസാപ്പിയൻസ് ഭൂമിയിൽ വന്നിട്ട് ഒരു 2 ലക്ഷം വർഷമായെങ്കിൽ ഏറ്റവും പഴയ മതത്തിന് പോലും 4000 വർഷം പോലും പഴക്കമില്ല. മതം വളരെ മോഡേൺ ആയിട്ടുള്ളൊരു സാധനമാണ്. മതമല്ല ഇതൊക്കെ കൊണ്ടുവന്നത്. നിങ്ങളിപ്പോൾ പറയുന്ന ഒരു കാര്യം, യു ഷാൽ നോട്ട് കിൽ എന്നുള്ള ഫസ്റ്റ് കമാൻഡ്, ഇതെവിടെ നിന്നാണ് വരുന്നത്? ഇത് തോറയിലോ അല്ലെങ്കിൽ പഴയ നിയമത്തിലോ ആദ്യമായിട്ട് എഴുതുന്ന കാര്യമല്ല. അതിന് മുന്നേ ഉള്ള സംഗതിയിൽ നിന്ന് ഇങ്ങനെ ഊറി വരുന്നൊരു സാധനമാണിത്. ഈ ഊറി വരുന്ന സാധനം എവിടെ വന്നത്? ഒരു ഗോത്രത്തിലോ ഒരു കാട്ടിലെ മനുഷ്യർക്കിടയിലാണ് ഈ ഒരു കൺസെൻസസ് ഉണ്ടാകുന്നത്. കൊല്ലരുത്. ഈ കൊല്ലരുത് എന്ന് പറയുന്ന ഈ കൺസെൻസസ് മനുഷ്യർക്കിടയിൽ ഉണ്ടായത് ആക്സിഡൻ്റലായിട്ടല്ല. നിങ്ങൾ ഈ സിംഹങ്ങളെ നോക്കൂ, സിംഹങ്ങൾ പരസ്പരം കൊല്ലുന്നത് വളരെ കുറവാണ്. ആനകൾ പരസ്പരം കൊല്ലുന്നില്ല, ഒരു ജീവിവർഗവും പരസ്പരം കൊല്ലുന്നില്ല. കൊല്ലാറുണ്ട്, സംഘടനകളുണ്ടാവാറുണ്ട്, സംഘർഷങ്ങളുണ്ടാവാറുണ്ട്. ബട്ട് ജനറ്റിക്കലി ദേ ഡോണ്ട് ഈറ്റ് ഈച്ച് അതർ. ഇത് തന്നെ നമുക്കുള്ളത്. നമ്മളത് പുസ്തകത്തിൽ എഴുതി വെച്ചു, സിംഹങ്ങൾ അത് എഴുതി വെച്ചില്ല എന്നേ ഉള്ളൂ. ഞാൻ ഈ തർക്കം, ഈ ഒരു ചോദ്യം അങ്ങനെ നീണ്ടു ഒരു കാര്യം കൂടി ചോദിച്ചാൽ അവസാനിപ്പിക്കുക ആ ഭാഗം. ഈ നമുക്കൊരു മനുഷ്യനെ സൃഷ്ടിച്ചു, ഒരാണിനെ, ഒരു പുരുഷനെ സൃഷ്ടിക്കുന്നു, സ്ത്രീയെ സൃഷ്ടിക്കുന്നു, സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെ പരിണാമ സിദ്ധാന്തത്തിലൂടെ നമ്മൾ ഒരു പുരുഷനോ സ്ത്രീയായിട്ട് രൂപപ്പെട്ടു വരുന്നു. പക്ഷെ നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് വായ, സംസാരിക്കാനായിട്ട് നാവ്, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് ലൈംഗികാവയവം. അപ്പോൾ ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് ലൈംഗികാവയവത്തിലൂടെ ബന്ധപ്പെടണമെങ്കിൽ സ്ത്രീക്ക് അതിനെ അബ്സോർവ് ചെയ്യാൻ തരുന്ന ലൈംഗികാവയവം, അല്ലെങ്കിൽ അവൻ്റെ രതിയെ മൂർച്ഛിക്കുന്ന തരത്തിലുള്ള ശാരീരിക ഭാവങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ്? ഇതൊക്കെ ആരെങ്കിലും സൃഷ്ടിക്കാതെ, ആരെങ്കിലും പ്ലാൻ എങ്ങനെയാണ് അങ്ങനെ ഒത്തുവരും? നമ്മൾ കാരണം നൂറ്റാണ്ടുകളായിട്ടുള്ള, അതുപോലെ തന്നെ ആരും പഠിപ്പിക്കേണ്ട, മൃഗങ്ങളെപ്പോലും പഠിപ്പിക്കേണ്ട, പക്ഷികളെപ്പോലും പഠിപ്പിക്കേണ്ട, അവൻ്റെ ഈ തലമുറ മുമ്പോട്ട് വന്ന് മാത്രമല്ല ആ പ്രക്രിയയുടെ കൂടി അവന് ഏറ്റവും വലിയ സുഖം നൽകുന്നത് ഇത്തരത്തിൽ എല്ലാം. ഇപ്പം ഞാൻ മാലിന്യങ്ങൾ കളയാനുള്ള സംവിധാനം, ഇതൊക്കെ എങ്ങനെയാണ് ദൈവമല്ലാതെങ്കിൽ അല്ലെങ്കിൽ സ്വാഭാവികമല്ലാതെ ഇതെങ്ങനെയാണ് ഇതൊക്കെ രൂപപ്പെട്ടു വരുന്നത്? അല്ല, ദൈവമല്ലാതെങ്കിലും ദൈവം ഒരു ഉത്തരമല്ലല്ലോ. നിങ്ങളെല്ലാം കൂടെ കൊണ്ടുവന്ന് തള്ളുന്ന ഒരു ഡസ്റ്റ്ബിൻ എന്നല്ലാതെ ദൈവം ഇത് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ലല്ലോ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ താങ്കൾ വേണമെന്നില്ല, വേറൊരാൾ പോയൊരു ഡോക്ടറെ കാണുന്നു,
പറയുന്നു നിങ്ങളുടെ എല്ലാ ചെക്കപ്പും നടത്തി രോഗം വളരെ ഇതാണ്, എന്താണ് രോഗമെന്ന് അറിയില്ല, പക്ഷെ ഒരാൾക്കേ അറിയാവൂ നിങ്ങളുടെ രോഗമെന്ന്. അത് ചോദിക്കും ആരാണ് ഡോക്ടർ എന്ന് നമ്മൾ ചോദിക്കുന്നു. അപ്പോൾ ഡോക്ടർ പറയുന്നു ദൈവത്തിന് മാത്രമേ അറിയാവുന്നതാണ്. അപ്പോൾ ദൈവത്തിന് അറിയുന്ന ഒരു കാര്യം കൊണ്ട് നമുക്ക് പ്രയോജനമില്ല. ഈ ദൈവം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ആൻസർലെസ്നെസ്സാണ്. ഇപ്പോൾ താങ്കൾ അതിന് ബദലായിട്ട് പറഞ്ഞത് ഈ ദൈവം എന്ന് പറഞ്ഞാൽ ഉത്തരമില്ലായ്മയാണ്. അതിനൊരു പേരൊക്കെ കൊടുത്ത് ഒരു ചുട്ടിയൊക്കെ കൊടുത്ത് കണ്ണൊക്കെ എഴുതി ഇങ്ങനെ വെച്ചേക്കാണ് പല രൂപത്തിലും ഭാവത്തിലും. ഇവിടെ എന്താണ് ചോദിച്ചത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ലൈംഗിക അവയവങ്ങളുടെയൊക്കെ പരസ്പര പൂരകത്വത്തെക്കുറിച്ചാണ് ചോദിച്ചത്. ഇപ്പോൾ ഇവിടെ ഡാർവിൻ ഗാലപ്പഗോസ് ഐലൻഡിൽ ഒക്കെ പോയപ്പോൾ പുള്ളി അവിടെ കണ്ട ഒരു ചെടിയുടെ ഒരു പൂവ്, ആ പൂവിൻ്റെ വലിയ ഈ പരാഗനാളിക്ക് ഭയങ്കര നീളമാണ്, ഒരു ബ്യൂഗിൾ പോലെയാണ്. അപ്പോൾ അതിനകത്ത് അത്രയധികം എത്തുന്ന ഒരു കൊമ്പുള്ള ഒരു പൂമ്പാറ്റയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷഡ്പദത്തിന് മാത്രമേ ഇതിനകത്ത് പരാഗണം നടത്താൻ കഴിയൂ. ഈ പൂമ്പടി വലിച്ചെടുത്ത് തിരിച്ചു കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ അത്രയും കൊമ്പുള്ള ഒരു ജീവി ഉണ്ടാകും എന്ന് പുള്ളി പ്രഡിക്റ്റ് ചെയ്തു. അന്ന് പുള്ളിക്ക് കാണാൻ കഴിഞ്ഞില്ല. അല്ലെന്ന് ഇതിനകത്ത് പരാഗണം നടക്കത്തില്ല, പരാഗണം നടന്നില്ലെങ്കിൽ ഇതിന് അടുത്ത തലമുറ ഉണ്ടാക്കാൻ കഴിയില്ല, ഇതിൻ്റെ വംശനാശം സംഭവിക്കും. പക്ഷേ ഇതിന് വംശനാശം സംഭവിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് സിമ്പിൾ ലോജിക്കിൽ ഡാർവിൻ പറഞ്ഞു ഇതിനകത്ത് പരാഗണം നടത്താനായിട്ടുള്ള ഈ കൊമ്പുള്ള ഒരു ജീവി ഉണ്ടായിരിക്കുന്നു, അത്ര നീളത്തിൽ. പിന്നീട് അതിനെ കണ്ടെത്തി. കാരണം എന്താണ്, ഇതുണ്ടെങ്കിലേ ഇത് നടക്കൂ എന്ന് പുള്ളിക്കറിയാം. ഇപ്പോൾ നിങ്ങൾ ബാക്ടീരിയ എടുക്കുക, ബാക്ടീരിയ എസെക്ഷൽ പ്രൊഡക്ഷനാണ്, മുറിഞ്ഞ് വരികയാണ്. മനസ്സിലായി? അപ്പം അതിനും പുതിയ തലമുറ ഉണ്ടാകുന്നുണ്ട്. ബാക്ടീരിയകളിൽ നിന്നാണ് ശരിക്കും നമ്മുടെ പരിണാമം തുടങ്ങുന്നത്. നമ്മളിൽ തന്നെ നല്ലൊരു ശതമാനം ബാക്ടീരിയ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. നമ്മുടെ ഗട്ട്സിലൊക്കെ ഉള്ള, സ്റ്റൊമക്കിലൊക്കെ ഉള്ള, നമ്മുടെ ഇവിടെയൊക്കെ ഉള്ള ബാക്ടീരിയ, അതിൻ്റെ എണ്ണം കൂടുമ്പോഴൊക്കെയാണ് നമ്മൾ പനിയും ചുമയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. വൈറസ് എന്ന് പറയുന്ന സംഗതി ലൈഫിനും ലൈഫ്ലെസ്നെസ്സിനും ഇടയ്ക്കുള്ള ഒരു ഇതാണ്. അതിന് ജീവൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജീവനുണ്ട്, ജീവൻ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ജീവനില്ല. അതൊരു ഹോസ്റ്റിൽ വന്നെങ്കിൽ മാത്രമേ ജീവൻ. ഇപ്പോൾ കോവിഡിന് ഒരു ഹോസ്റ്റിൽ വന്നെങ്കിലേ അതിന് ചെയ്യാൻ കഴിയും. അപ്പം ജീവനും ജീവനില്ലായ്മയ്ക്കും ഇടയ്ക്കുള്ള ജീവികൾ, ബാക്ടീരിയ എസെക്ഷൽ പ്രൊഡക്ഷൻ. പിന്നെ ചില ജീവികളിൽ രണ്ടുമുണ്ട്, ഉഭയലിംഗത്വമായിരിക്കും, ഇതും ഉണ്ടാവും പെണ്ണ് ഇതും ഉണ്ടാവും. അത് തന്നെ ഹെർമോഫ്രോഡൈറ്റ് എന്ന് പറയും. അവർ സ്വയം തന്നെ പ്രത്യുൽപാദനം നടത്തി മുന്നോട്ട് പോകും. പിന്നെ വരുന്നതാണ് സെക്ഷൽ പ്രൊഡക്ഷൻ. സെക്ഷൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഹയറാണ്. നിങ്ങൾ അയർലൻഡിൽ പോയിട്ടുണ്ട് അറിയാം, അവിടെ ഈ പൊട്ടറ്റോ ഫാമിൻ എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ആ പൊട്ടറ്റോ ഫാമിൻ അയർലൻഡിൽ ഉണ്ടാവാൻ കാരണം ഈ പൊട്ടറ്റോസ് എസെക്ഷൽ പ്രൊഡക്ഷനാണ്, ലൈംഗികപരമായിട്ടല്ല. അതിൻ്റെ കോപ്പി തന്നെയാണ് അടുത്തത്. അപ്പോൾ ഒരു പാതജൻ വന്ന് ഒരു പൊട്ടറ്റയെ കീഴ്പ്പെടുത്തുമ്പോൾ അത് എൻ്റർ പൊട്ടറ്റയെ അടിച്ചിടുകയാണ്, വംശനാശം സംഭവിക്കുകയാണ്. അപ്പോൾ കർഷകർക്ക് വലിയ തോതിലുള്ള വിളനഷ്ടവും ഉണ്ടാകുന്നു, ദാരിദ്ര്യം, പട്ടിണി ഉണ്ടാകുന്നു. അതേസമയം സെക്ഷൽ പ്രൊഡക്ഷൻ അങ്ങനെ ഉണ്ടാവില്ല. കാര്യം താങ്കളുടെയും വേറൊരു വ്യക്തിയുടെയും ജനിതക പദാർത്ഥങ്ങൾ കൂടിക്കലരുകയാണ്. അപ്പോൾ ആ മിക്സ്ചർ എന്ന് പറഞ്ഞാൽ വേറെ വൈവിധ്യമുണ്ട്. ഈ വൈവിധ്യം ഉള്ളതുകൊണ്ട് ഈ പാതജൻസ്, രോഗകാരികൾ ആക്രമിക്കുമ്പോൾ ഒരാളെ കൊല്ലുന്നത് മറ്റേയാളെ ചിലപ്പോൾ മയക്കിക്കിടത്തേ ഉള്ളൂ, വേറൊരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല. ഇപ്പോൾ കോവിഡ് മുഴുവൻ വന്നു കഴിഞ്ഞാൽ മനുഷ്യരാശിയെ തുടച്ചു നിൽക്കാൻ കഴിയില്ല. ബിക്കോസ് സെക്ഷൽ സെലക്ഷനാണ് നമുക്കുള്ളത്. കുറേ പേർക്ക് പ്രശ്നം ഉണ്ടാവും, കുറേ പേർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം നമ്മളുടെ ഘടന വ്യത്യാസമാണ്. ബിക്കോസ് വി ആർ എ മിക്സ്ചർ. ഈ കലർപ്പാണ് അടിസ്ഥാനപരമായി ഈ വൈവിധ്യം ഉണ്ടാക്കുന്നത്. സെക്ഷൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ കലർപ്പാണ്. അതുകൊണ്ടാണ് അടുത്ത ബന്ധുക്കളുമായിട്ടുള്ള ബന്ധം കൂടുതൽ നമുക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ബ്രിട്ടനിലെ രാജാക്കന്മാരുടെ ഇടയിൽ അവർക്ക് ഈ രക്തത്തിലുള്ള എന്താ പറയുക, രക്തശോഷണം, അനീമിയ പോലെയുള്ള വിളർച്ച എന്ന് പറയുന്ന സംഗതിയുണ്ട്. അവർ രാജകുടുംബാംഗങ്ങൾ തന്നെയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്, അടുത്ത തലമുറ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ഹെറിഡിറ്ററി ആയിട്ടുള്ള സംഗതി ഇങ്ങനെ ക്യാരി ഓവർ ചെയ്തു നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിലേ അങ്ങനെ വരുമെന്ന് ചോദിക്കാൻ നേരെ തിരിച്ചാണ്. ഈ ഇവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥ ഉത്തരം. അത് വിശദീകരിക്കണമെങ്കിൽ അല്പം ഇൻ്റലക്ച്വലായിട്ട് കൂടി നമ്മൾ അതിനെക്കുറിച്ച് സാധാരണ പരിണാമം പഠിക്കുന്നതോണം ചിലർ പറയും എന്താണ് കുരങ്ങ് നിന്ന് മനുഷ്യനുണ്ടായി, കുരങ്ങിൽ നിന്ന് മനുഷ്യനുണ്ടായി എന്ന് പറയുന്നത് ആളുകൾ വിചാരിക്കും കുരങ്ങ് രാവിലെ എഴുന്നേറ്റ് വാലും തോലും ഒക്കെ കളഞ്ഞിട്ട് മനുഷ്യനായി എന്നുള്ളൊരു ധാരണയാണ് നമുക്ക് പെട്ടെന്ന്. കാര്യം മതകഥകളിലൊക്കെ അങ്ങനെയാണ്. അയാൾ അവിടെ നിൽക്കുന്നു, പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു, മഴവ് കൊടുക്കുന്നു, അടിച്ചിടുന്നു, പെട്ടെന്നുള്ള മാറ്റങ്ങളാണ്. ഇവല്യൂഷൻ അങ്ങനെയല്ല. ഇവല്യൂഷൻ കോടിക്കണക്കിന് വർഷങ്ങൾ നീളുന്ന സ്ഥായിയായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള മാറ്റങ്ങളുടെ തിരഞ്ഞെടുപ്പാണ്. അത് ചുറ്റുപാടും, അതായത് റാൻഡം മ്യൂട്ടേഷൻ, നോൺ റാൻഡം സെലക്ഷൻ എന്നാണ് പറയുക. നമ്മളുണ്ടാകുന്ന ചില വ്യതിരക്തതകൾ,
ചില മ്യൂട്ടേഷണൽ വേരിയേഷൻ അതിനെ പുറത്തുള്ളത് തിരഞ്ഞെടുക്കുന്നു. പുറത്തുള്ള കാലാവസ്ഥയായിരിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് കട്ടി സ്കിന്നുള്ള ആളുകൾ, വലിയ രോമമുള്ള ആളുകൾ, നമ്മളെല്ലാം കൂടെ ഒരു കപ്പൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഈ കപ്പലിന് ഗതി നഷ്ടപ്പെട്ട് നമ്മൾ നോർവേയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോകുന്നു. അതിശൈത്യം, നമ്മൾ ഈ ട്രോപ്പിക്കൽ റീജിയനിലുള്ളവരാണ്. അപ്പോൾ അവിടെ കഴിഞ്ഞ് ശൈത്യം വരുമ്പോൾ എന്ത് ചെയ്യും? ഈ തണുപ്പ് താങ്ങാനാവാതെ നമ്മൾ മഹാഭൂരിപക്ഷവും മരിച്ചു പോകും. പക്ഷേ അതിൽ 2-3 പേർക്ക് നല്ല കട്ടി സ്കിന്നും നല്ല രോമങ്ങളുമാണെങ്കിൽ അവർക്ക് തണുപ്പിനെ നേരിടുന്നതിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. അവർക്കുള്ള ഒരു മാറ്റമാണിത്, നമ്മളെപ്പോലുള്ള മനുഷ്യരാണിത്. അപ്പോൾ അവർ ചിലപ്പോൾ ആ ഒരു തണുപ്പ് അതിജീവിച്ചിട്ട് അടുത്ത തലമുറ ഉണ്ടാക്കിയെന്ന് വരും. അപ്പോൾ ഈ ജനറ്റിക്കലി ഈ സാധനം അടുത്തേക്ക് പോകും. അങ്ങനെ പോയി വരുമ്പോൾ കുറേ കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് ഈ ഒരു അവസ്ഥയുള്ളവരായിരിക്കാം. കാരണം അവിടെ ഉണ്ടായിരുന്ന ഒരു മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഒരു വ്യതിയാനം അല്ലെങ്കിൽ ഒരു ഫിനോടൈപ്പ് ബേസിലുള്ള ഒരു വ്യതിയാനത്തെ ഈ സോ കോൾഡ് നേച്ചർ സെലക്ട് ചെയ്യാം. അങ്ങനെയാണ് ഈ മാറ്റങ്ങളെല്ലാം ഉണ്ടാകുന്നത്. നമ്മുടെ തൊലിയുടെ നിറം എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവുന്നത്? നമ്മൾ ട്രോപ്പിക്കൽ റീജിയനിലായതുകൊണ്ടാണ്. ഇപ്പോൾ നിങ്ങൾ നോർവേയിലും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണെങ്കിൽ അവരുടെ ഈ ഐബ്രോസ് വരെ നരച്ചിരിക്കുകയാണ്. പിഗ്മെൻറ്റേഷൻ ഇല്ല, മെലാനിൻ വർക്ക് ചെയ്യുന്നില്ല അവിടെ. അല്ല, ഞാൻ ചോദിച്ചാൽ ഇത് സ്വാഭാവികമായി രൂപപ്പെട്ടതാണെന്നാണോ പറയുന്നത്? മനുഷ്യൻ്റെ ഈ പ്രത്യുൽപാദന ശേഷി നിലനിർത്താനുള്ള സംവിധാനങ്ങളെ, അവൻ കഴിക്കാനെ, വിസർജനം നടത്താൻ, ഇതിനൊക്കെ അതെങ്ങനെയാണ് അങ്ങനെ ഒരു അത് ഞാൻ പറഞ്ഞത് ആണും പെണ്ണും ഉണ്ടെങ്കിൽ ഇത് പറ്റത്തുള്ളൂ. രണ്ടിനും ഉണ്ടാകുന്ന സംവിധാനങ്ങൾ. ഇപ്പം ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, രതിയിൽ ഒരു സന്തോഷമില്ലെങ്കിൽ, ആനന്ദമില്ലെങ്കിൽ ഒരുപക്ഷെ പ്രത്യുൽപാദനം നടക്കാതെ പോയില്ല. അതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ ആദ്യത്തിനകത്ത് ഉത്തരവുണ്ടല്ലോ. രതിയിൽ എന്താണ് ആനന്ദം ഉണ്ടാകുന്നത് എന്നുള്ളത് ചോദിക്കുമ്പോൾ, രതിയിൽ ആനന്ദമില്ലെങ്കിൽ, ബോണസ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പണി ചെയ്യില്ല. അല്ല, അപ്പോൾ അതാരും നൽകി? ഇതാരും നൽകി? ഇതാണ് ഒരു പ്രശ്നം. ഒരാൾ ഇതൊക്കെ ഇരുന്ന് നൽകുന്നു എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇവല്യൂഷനിൽ അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. ആര് നൽകി? ഇപ്പോൾ ഉദാഹരണമായിട്ട് മഴ ആര് ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ മേളിൽ നിന്ന് ഇങ്ങോട്ട് കുടം നമുക്കറിയാമല്ലോ, അറിയാം. ഇതറിയാതെ പണ്ട് ഇടിമിന്നൽ എന്ന് പറയുന്നത് ഇന്ത്യൻ മനസ്സിലായി. ഈ മനസ്സിലായ കാര്യങ്ങൾ ഓരോന്നും എടുത്തിട്ടൊന്ന് ഇതിനകത്തോട്ട് വന്നേ. ഈ ഒരു കാര്യം നമുക്കറിയില്ല എന്ന് പറഞ്ഞാൽ ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ. എന്താണ്? നമുക്കറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്കൊരു തൊട്ടടുത്ത ഉദാഹരണമായിട്ട് നിങ്ങൾ കാട്ടിലൂടെ സഞ്ചരിക്കുകയാണ്, വഴി അറിയില്ല. വഴിയൊന്നും അറിയില്ല, ഒരു രക്ഷയില്ല. എന്നാൽ തൊട്ടടുത്ത് കാണുന്ന കൊക്കയിലേക്ക് എടുത്ത് അങ്ങ് ചാടിക്കളയാം. പിന്നെ ഉത്തരങ്ങൾ ആവശ്യമില്ലല്ലോ. ഇതൊരു 2000 വർഷം പഴക്കമുള്ള ഒരു കൊക്കയാണ്, ഇത് 1500 വർഷം പഴക്കമുള്ള ഒരു കൊക്കയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസം കിട്ടുമോ? നിങ്ങൾ വഴി കണ്ടെത്തണം. ഈ വഴി കണ്ടെത്തലാണ് സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ കണ്ടെത്തണം. ഇല്ല, നമ്മുടെ പല ചോദ്യങ്ങളും ഫോൾസ് ആണ്. ഇപ്പോൾ താങ്കൾ ചോദിച്ച ഒരു കാര്യം, ജീവിതത്തിൻ്റെ അർത്ഥം എന്ത്, ലക്ഷ്യം എന്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ജീവിക്കുക എന്നുള്ളതാണ്. നമുക്ക് യഥാർത്ഥത്തിൽ ആത്യന്തികമായ ലക്ഷ്യമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് ലക്ഷ്യമുണ്ട്. ഇപ്പോൾ എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ സംഗതി വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ട് അത്യാവശ്യം എന്തെങ്കിലും കഴിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോകുന്നുള്ള. താങ്കൾക്കും അത് കഴിഞ്ഞ് എന്തെങ്കിലും കാണും. നമുക്ക് ലക്ഷ്യങ്ങളുണ്ടോ? ഉണ്ട്. പക്ഷേ താങ്കളുടെ മരണം വരെയുള്ള ലക്ഷ്യങ്ങളൊന്നും താങ്കളുടെ മനസ്സിലോ അങ്ങനെയുള്ള കാര്യം എപ്പോൾ മരിക്കും നമുക്കറിയില്ല. നമുക്കൊരു ലക്ഷ്യം പറയണമെങ്കിൽ നമുക്ക് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് അറിയാൻ കഴിയണം. നമുക്ക് 2 പേർക്ക് എക്സ്പയറി ഡേറ്റ് അറിയില്ല. ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് മൈക്രോ ആയിട്ടുള്ള ഓരോ നിമിഷവും നമുക്ക് ലക്ഷ്യങ്ങളുണ്ട്. പക്ഷേ ലക്ഷ്യം എന്ന് പറഞ്ഞ ലക്ഷ്യം ആർക്കുമില്ല, ഉണ്ടാകാനും സാധ്യമല്ല. നിങ്ങൾ എത്തിച്ചേരുന്ന ദ്വീപിൽ നിങ്ങൾ എത്തിച്ചേരും. ഈ പരിണാമം ഒരുപക്ഷെ മില്യൺസ് ഓഫ് വർഷങ്ങൾക്ക് ശേഷം മനുഷ്യൻ്റെ ഇപ്പോഴത്തെ രൂപം തന്നെ മാറ്റിയെന്ന് വരാമോ? നല്ല സാധ്യത കാണുന്നത്. കാരണം ഞാൻ കുരങ്ങനായിരുന്നവരെ മനുഷ്യനായെങ്കിൽ. കുരങ്ങനല്ല, ഒരു കുരങ്ങനും മനുഷ്യനെ പ്രസവിക്കില്ല. പരിണാമം അങ്ങനെയല്ല പറയില്ല. ഞാൻ പറഞ്ഞ കുരങ്ങനിൽ നിന്നാണ് രൂപപ്പെട്ട് നമ്മൾ ഈ മനുഷ്യരൂപത്തിലേക്ക് മാറിയല്ലോ. കുരങ്ങൻ തുടരുന്നു, പക്ഷേ കുരങ്ങനിൽ നിന്ന് രൂപപ്പെട്ട് നമ്മൾ ഈ രൂപത്തിലെത്തി. അപ്പം അതിന് മുമ്പ് നമുക്ക് കുറേ മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഈ മനുഷ്യ രൂപം ഇനി ഒരുപക്ഷെ മില്യൺസ് വർഷം കഴിയുമ്പോൾ നമ്മളിങ്ങനെയൊന്നും ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ആ കുരങ്ങൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു കറക്ഷൻ വരുത്ത സാധനം, നമ്മൾ കുരങ്ങനിൽ നിന്നല്ല, നമ്മൾ അങ്ങനെ ശരിക്കും നമ്മൾ ബാക്ടീരിയയിൽ നിന്നാണ്. അതായത് ഒരു ആൽമരം നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വേരുകൾ, അതിൻ്റെ തടിത്തണ്ട്, അതിൻ്റെ ശാഖോപശാഖകൾ, ചില്ലകൾ, ഇലകൾ, അതിലൊരു 4 ഇല നിൽക്കുന്ന ഇത് ഒറാങ്ങട്ടാൻ, ഇത് ചിമ്പൻസി, ഇത് ഗിബ്ബൺ, ഇത് ഹോമോ, ഇങ്ങനെ 4 ഇലയാണ്. ഈ ഇല ശരിക്കും ഈ തണ്ടുമായിട്ട് ഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ചില്ലയുമായിട്ട്, ചില്ല ഉപശാഖ, ശാഖ, തടിത്തണ്ട്, വേര്. ഈ വേരെന്ന് പറയുന്നതാണ് ബാക്ടീരിയ. നമ്മൾ അടുത്ത് നിൽക്കുന്നതാണ് ചിമ്പൻസി. 99 സംതിങ് ജനറ്റിക് സിമിലാരിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ ചിമ്പൻസി നമ്മുടെ കസിനാണ്.
ഈ പറയുന്ന കുരങ്ങൻ എന്ന് പറയുന്നത് വാലുള്ള സാധനമാണ്. അത് കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോഴാണ് അതിൽ നിന്ന് വേർതിരിഞ്ഞാണ് നമ്മൾ പോകുന്നത്. അതായത് ഒരു ആൽമരമായിട്ട് ഒരു ബനിയൻ ട്രീ. ചാൾസ് ഡാർവിൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വരച്ച ഒരു പടമാണ് ഐ തിങ്ക് എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്രാഞ്ചുകൾ വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ കുരങ്ങനിൽ നിന്ന് വന്നു എന്ന് പറയുന്ന ഒരു കുരങ്ങനും അതിൻ്റെ ക്രോമസോം നമ്പർ വേറെയാണ്. നമുക്കൊരു ചിമ്പൻസിയായിട്ട് 48 ചിമ്പൻസിയുടെ ക്രോമസോം നമ്പർ, നമ്മുടെ 46. ഒരു ചിമ്പൻസിയും മനുഷ്യനും ചേർന്നൊരു കുട്ടി ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിൾ അല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഓൾമോസ്റ്റ് ഇംപ്രോബിൾ. ജനറ്റിക് ബൗണ്ടറി ആയതുകൊണ്ട് ചിലപ്പോൾ നടന്നേക്കും. പക്ഷേ ജനറ്റിക് ഭയങ്കര വ്യത്യാസമുള്ള ജീവികൾ, ഉദാഹരണമായിട്ട് കുതിരയും കഴുതയും തമ്മിൽ മിക്സ് ചെയ്തിട്ട് കോവർ കഴുത ഉണ്ടാകുന്നുണ്ട്. അത് ബൗണ്ടറി നിൽക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ തൊട്ടടുത്ത ഇത് തമ്മിലുണ്ടായി ചേർന്നുണ്ടാകുന്ന കുട്ടി വന്ധ്യമായിരിക്കും. കാര്യം അതിൻ്റെ ഒരു ഈവൻ നമ്പറായിരിക്കും അതിൻ്റെ ക്രോമസോം നമ്പറായിട്ട് വരുന്നത്. ഇപ്പോൾ 62 64 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വരുന്നത് ഒറ്റ സംഖ്യ ആയിരിക്കുന്നത്. ഒറ്റ സംഖ്യ പിന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ അരയായിപ്പോൾ. നമുക്കിപ്പോൾ 46 ആയതുകൊണ്ടാണ് 23 പറഞ്ഞ് ഡിവൈഡ് ചെയ്യുക. 45 ആണെങ്കിൽ എന്ത് ചെയ്യും? 22 ആവും. 22 എന്ന് പറയുമ്പോൾ ഒരു ക്രോമസോം മുറിഞ്ഞു കിടക്കാൻ സാധനം വെച്ച് അബോർഷനാണ് സാധ്യത. അത് ഫെർട്ടിലൈസേഷൻ നേരെ നടക്കില്ല. ഓക്കെ, ഈ ഒരു കാര്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കും. ഈ നമ്മളിപ്പോൾ ഭൂമിയിലാണ് നമ്മളിതെല്ലാം ജീവനും ഒക്കെ ഉള്ളത്. ഈ നമ്മുടെ മനുഷ്യരും ജീവനും മൃഗങ്ങളും എല്ലാം ഉള്ളത്, ജീവനുള്ളത്. ഭൂമിക്കപ്പുറത്തേക്ക് ഇപ്പോൾ ഭൂമിയിൽ വളരെ ചെറിയൊരു സാധനമാണല്ലോ. ഇതേപോലൊരു സംവിധാനം ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നമുക്ക് സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഇതിനേക്കാളോ ഇതിന് അപ്പുറമോ ഇപ്പുറമോ ഒക്കെ ഉള്ള അഡ്വാൻസ്ഡ് ആകാം. പിന്നെ ഇതൊക്കെ മേലെയായിട്ടുള്ള പലതും ഉണ്ടാവാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ഏക നക്ഷത്രമല്ല, നമ്മുടെ ഏറ്റവും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് സൂര്യനാണ്. സൂര്യനിലേക്ക് നിരന്തരം വീണുകൊണ്ടിരിക്കുന്ന ഒരു ഖഗോള പിണ്ഡമാണ് ഭൂമി. അതാണ് നമ്മുടെ റെവല്യൂഷൻ അറൗണ്ട്. അവിടെ ഈ സീസൺസ് ഉണ്ടാകുന്നു. ബിക്കോസ് ഓഫ് ദ ആക്സിയൽ ടിൽറ്റ് കാരണമാണ് സീസൺസ് ഉണ്ടാകുന്നത്. സീസൺസിൻ്റെ ഇതിന് ശേഷം ഇപ്പോൾ 450 കോടി വർഷം കഴിയുമ്പോൾ നമ്മൾ കാണുന്നു ഇവിടെ ജൈവപദാർത്ഥം ഇരട്ടിക്കുന്ന തന്മാത്രകൾ ഉണ്ടാകുന്നു, ചെറിയ ഇതുണ്ടാകുന്നു, പിന്നെ ബാക്ടീരിയകൾ ഉണ്ടാകുന്നു, കടൽ ജീവികളുണ്ടാകുന്നു, മെല്ലെ. ഇതിനിടയ്ക്ക് എന്തെല്ലാം ജീവികളുണ്ടായിരുന്നു? ഡൈനസോർ ഉണ്ടായിരുന്നു, ഈ കെട്ടിടത്തിൻ്റെ വലിപ്പമുള്ള ഡൈനസോർ ഉണ്ടായിരുന്നു, മാമത്തുകളുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ മനുഷ്യനിലേക്ക് വരികയാണ്. അപ്പം ഈ ഒരു പ്രോസസ്സ് നടക്കാനായിട്ടുള്ള സമയം ഒരുപാട് ഗ്രഹങ്ങളിലുണ്ടാകാമല്ലോ. എത്ര ഗ്രഹം ഉണ്ടാകും ഭൂമിയിൽ, അല്ല ഈ ലോകത്ത്, പ്രപഞ്ചത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ടാകാം? കോടി 0.8 ഇന്ന് 0.8 തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഉച്ചവരെ ഇരുന്ന് 0.8 അത്രയും സംഗതികൾ ഉണ്ട്. അതിനകത്തൊക്കെ എത്രയോ അവസ്ഥയിലുള്ള ജീവൻ ഉണ്ടാകാം. അല്ലെ ഈ ജീവനല്ല, അപ്പോൾ ഓക്സിജൻ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഓക്സിജൻ അല്ലാതെ വേറെ സാധനങ്ങൾ കാർബൺ കേന്ദ്രീകരിച്ചോ, നൈട്രജൻ കേന്ദ്രീകരിച്ചോ, അല്ലെങ്കിൽ വേറെ ഏതെല്ലാം രീതിയിൽ ജീവൻ ഉണ്ടാകാം. ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്തറിയാം, അല്ലെങ്കിൽ ജീവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചം അതിനെ അറിയുന്ന രീതിയാണ്. നമ്മളിപ്പോൾ ഞാനൊരു ജീവിയാണ്, താങ്കളൊരു ജീവിയാണ്. നമ്മൾ രണ്ടുപേരും കോൺഷ്യസ്നെസ് ഉള്ള ജീവികളാണ്. നമ്മൾ ഈ പ്രപഞ്ചം തന്നെയാണ്. നക്ഷത്രം പൊട്ടിത്തെറിച്ച പദാർത്ഥങ്ങളാണ് ഇതെല്ലാം. നമ്മളെല്ലാം ഇത് തന്നെയാണ്. പക്ഷേ ആ പ്രപഞ്ചം അതിനെ അറിയുന്ന രീതിയാണ് ജീവിതം എന്ന് പറയുന്നത്. ഈ ഇത്രയും മോളിക്യൂൾസിന് ഇപ്പോൾ ഈ പ്രപഞ്ചത്തെ അറിയാൻ കഴിയുന്നു. അത് പൂർണ്ണമായും ശരിയാണെന്നല്ല, പക്ഷേ എന്തായാലും ഒരു അറിവുണ്ട്. ഈ അറിവ് നശിക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു ജീവിതം ഇല്ലാതാകുന്നു. പിന്നെ വേറൊരാളുണ്ടാകുന്നു, വേറൊരു ജീവി ഉണ്ടാകുന്നു. അത് ഈ പ്രപഞ്ചത്തിലെമ്പാടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ വി ആർ നോട്ട് ഷുവർ. പക്ഷേ അതിനെ തള്ളിക്കളാം. അതിനാണ് അഗ്നോസ്റ്റിസം എന്ന് പറയുന്ന സംഗതി. അജ്ഞേയവാദം, അറിയില്ല. പെർമനൻറ്റ് അഗ്നോസ്റ്റിസമാണ് ഈ എക്സ്ട്രാ ടെറസ്ട്രിയൽ ജീവനുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഏറ്റവും ഭദ്രമായ നിഗമനം. എനിക്കറിയില്ല. എന്നോട് ചോദിക്കണം മറ്റ് ഗ്രഹത്തിൽ ജീവികളുണ്ടോ? അറിയില്ല, സാധ്യതയുണ്ട്. തെളിവ് ഭൂമി തന്നെ ഒരു തെളിവാണ്. പക്ഷേ ഭൂമി ഇതിനെ സാധൂകരിക്കുന്നുമില്ല, തള്ളുന്നുമില്ല. ഒരു ഭൂമിയിലുണ്ടെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഭൂമിയിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ യെസ് ദർ ക്യാൻ ബി.